ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഹണി ബീസ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും 1ാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് കണ്ടു കാണില്ലേ? 1ാമത്തെ യൂണിറ്റും അതേപോലെ തന്നെ ആ യൂണിറ്റിലെ എല്ലാ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ബീഹൈവ് ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ആക്ടിവിറ്റീസും അതുപോലെ നമ്മുടെ 2ാമത്തെ യൂണിറ്റ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാമത്തെ യൂണിറ്റ് ബാക്ക് ടു ഗ്രീൻ ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ ഫുൾ ആക്ടിവിറ്റീസ്, നമ്മുടെ ബീഹൈവിലെ ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ആക്ടിവിറ്റീസിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണുക. അപ്പോൾ നമ്മുടെ 2ാമത്തെ യൂണിറ്റ് ബാക്ക് ടു ഗ്രീൻ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2ാമത്തെ യൂണിറ്റ് ബാക്ക് ടു ഗ്രീൻ. അപ്പൊ നോക്കൂ, നമ്മുടെ 2ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു ബേർഡിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ, ഒരു പക്ഷിയുടെ ചിത്രം തന്നിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ ഈ ബേർഡിന്റെ പേരെന്താന്ന്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേർഡാണ് അല്ലേ? ഇതാണ് നമ്മുടെ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ, തത്ത എന്ന് പറയും അല്ലേ? അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് പാരറ്റ് ആണ്. അപ്പൊ ഒരു പാരറ്റിന്റെ കഥയാണ് നമ്മുടെ ബാക്ക് ടു ഗ്രീനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ബീഹൈവ് ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പറയുന്നുണ്ട്. കംപ്ലീറ്റ് ദി ആക്ടിവിറ്റീസ് 1 to 4 in ബീഹൈവ് ടെക്സ്റ്റ് ബുക്കിലെ 1 തൊട്ട് 4 വരെയുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ബാക്ക് ടു ഗ്രീൻ. ഗ്രീൻ എന്ന് പറയുന്നത് ഏത് നിറമാണ്? ഒരു നിറത്തിന്റെ പേരാണ് കേട്ടോ ഗ്രീൻ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച കളറിനെയാണ് നമ്മൾ ഗ്രീൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമ്മുടെ തത്തമ്മയുടെ കളർ എന്താ? പച്ച കളർ അല്ലേ? അത് റിലേറ്റ് ചെയ്ത ഒരു കഥ തന്നെയാണ് കേട്ടോ ബാക്ക് ടു ഗ്രീൻ. നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ബേർഡ് ഇരിക്കുന്നു, നമ്മുടെ പാരറ്റ് ഇരിക്കുന്നുണ്ട് അല്ലെ? പാരറ്റിന്റെ അടുത്ത് എന്തൊക്കെയുള്ളത്? എഗ്, മുട്ടകളാണുള്ളത് അല്ലെ? എഗ്സ് ആണുള്ളത്, മുട്ടകളാണുള്ളത്. അപ്പൊ ഈ 3 മുട്ടകൾ വിരിയാൻ വേണ്ടി അടയിരിക്കുകയാണ് ഈ തത്തമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തത്തമ്മയുടെ പേരെന്താന്ന് നോക്കാം. പോളി. കണ്ടോ, പോളി എന്നാണ് ഈ പാരറ്റിന്റെ പേര്. എന്താണ് ഈ പാരറ്റിന്റെ പേരെന്താ? പോളി. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. പോളി ആരെയാണ് കാത്തിരിക്കുന്നത്? ഈ മുട്ടകൾ വിരിഞ്ഞു വരുന്ന പോളിന്റെ കുട്ടികളെ കാത്തിരിക്കുകയാണ്. ഈ മുട്ടകളൊക്കെ വിരിഞ്ഞ് അതിൽ നിന്ന് വരുന്ന കുട്ടികൾ, പോളിന്റെ കുട്ടികളെ കാത്തിരിക്കുകയാണ് നമ്മുടെ പോളി. അപ്പൊ എന്താ പോളി ചിന്തിക്കുന്നത്? എന്താണ്? when will my chicks come out? chicks എന്ന് വെച്ചാൽ കുട്ടികൾ, അതായത് ബേർഡ്സിന്റെ കുട്ടികളെ പറയണതാണ് ചിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്നാണ് എന്റെ കുട്ടികൾ പുറത്തു വരിക എന്ന് ഈ തത്തമ്മ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പൊ തത്തമ്മ എന്താ ഇവിടെ ചെയ്യുന്നത്? മുട്ട വിരിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ? ആരെ കാത്തിരിക്കുക? ചിക്സിന്. ചിക്സ് കണ്ടില്ലേ നിങ്ങൾ? ചിക്സ് എന്നുള്ള വേർഡ് കണ്ടോ? ഇതാണ് ചിക്സ് എന്നുള്ള വേർഡ് കേട്ടോ. അപ്പൊ നമ്മള് ആരാണ് ചിക്സ് കാത്തിരിക്കുന്നത്? ആരാണ്? പോളി. ഓക്കെ, പോളി എന്ന് പറയുന്നത് ആരാണ്? പാരറ്റ് ആണ് കേട്ടോ. പോളി എന്ന് പറയുന്നത് പാരറ്റിന്റെ പേരാണ്. അപ്പൊ നമ്മുടെ പോളി എന്നുള്ള പേര് കണ്ടില്ലേ? ഇതാണ് പോളി. അപ്പൊ നമ്മുടെ ഈ പാരറ്റിന്റെ പേരെന്താണ്? പോളി. പോളി ആരെയാണ് കാത്തിരിക്കുന്നത്? അവളുടെ ചിക്സിന്, അവളുടെ കുട്ടികളെയാണ് കാത്തിരിക്കുന്നത്. വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? അപ്പൊ പോളിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കുള്ള പോലെ നമ്മുടെ പോളി പാരറ്റിനും കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് പോളിയുടെ ഫ്രണ്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി 5, ബീഹൈവിലെ ആക്ടിവിറ്റി 5 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കൂ, പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ചിത്രത്തിലുണ്ട്? ആരൊക്കെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ പോളി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആരാ? പോളി അവളുടെ കൂട്ടിലുണ്ട്. പിന്നെ ആരൊക്കെയുള്ളത് പുറത്ത്? ഒരു എലിഫന്റും റാബിറ്റും ഡക്കും. ആനയും മുയലും താറാവും അല്ലെ? ആനയെ നമ്മൾ എലിഫന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മുയലിനെയാണ് നമ്മൾ എന്ത് പറയുക? റാബിറ്റ്. താറാവിനെ ഡക്ക് എന്നാണ് പറയാ. അപ്പൊ നമ്മുടെ പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? എലിഫന്റ്, റാബിറ്റ്, ഡക്ക്. എലിഫന്റും റാബിറ്റും ഡക്കും ആണ് പോളിന്റെ ഫ്രണ്ട്സ്. അപ്പൊ നോക്കൂ, എന്താണ് എലിഫന്റ് എന്താ പോളിയോട് ചോദിക്കുന്നത്? പോളി, are the chicks out? നമ്മുടെ എലിഫന്റ് ചോദിക്കുകയാണ്, ഇവരൊക്കെ ആരെ കാണാൻ വന്നിരിക്കുക? പോളിയുടെ കുട്ടികളെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പോളിയോട് ചോദിക്കുകയാണ്, പോളി, കുട്ടികൾ വന്നോ? കുട്ടികൾ പുറത്തു വന്നോ? അതായത് മുട്ട വിരിഞ്ഞ് കുട്ടികൾ വന്നോ എന്ന് എലിഫന്റ് ചോദിക്കുകയാണ്. അപ്പൊ പോളി എന്താ പറയുന്നത്? പോളി എന്ത് പറഞ്ഞു? നോ, ഐ ആം വെയിറ്റിംഗ്. എന്താണ് പോളി പറയുന്നത്? നോ, ഐ ആം വെയിറ്റിംഗ്. ഇല്ല, ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പോളി പറയാണ്. വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ് ദർ? അപ്പൊ അവളുടെ ഫ്രണ്ട്സ്, അവളുടെ കൂട്ടുകാർ ഇവിടെ കാത്തു നിന്നിട്ടുണ്ടാവുമോ? നമുക്ക് അടുത്ത പേജ് വായിച്ചു നോക്കാം അല്ലെ? ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി 6ഉം 7ഉം ആണ് ഇവിടെ ഈ പേജിൽ ചെയ്യാൻ പറയുന്നത്. അപ്പൊ നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കൂ. ഇവിടെ എത്ര എഗ്ഗാ നിങ്ങൾ കാണുന്നത്? എത്ര മുട്ടകൾ കാണുന്നുണ്ട്? 1, 2, 3. 1, 2, 3. അപ്പൊ പോളിക്ക്
എത്ര മുട്ടകളുണ്ട്? മുട്ടകൾ അതിന് എന്ത് ഇംഗ്ലീഷിൽ പറയാ? മുട്ടകളെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? എഗ്സ്. എഗ്സ്. എത്ര എഗ്സ് ഉണ്ട്? പോളിക്ക് എത്ര എഗ്സ് ആ ഉള്ളത്? 3 eggs ആണ് ഉള്ളത് അല്ലെ? 3 മുട്ടകളുണ്ട്. അപ്പൊ നോക്കൂ, ഓരോരോ എഗ്ഗുകളായിട്ട് പൊട്ടിയിട്ട് അതിൽ നിന്ന് ആരാ പുറത്ത് വരുന്നത്? ചിക്സ് പുറത്ത് വരികയാണെങ്കിൽ ഓരോരോ ചിക്കായിട്ട് പുറത്ത് വരികയാണ്. ഇത് വായിച്ചു നോക്കാം. ദീസ് ആർ പോളീസ് എഗ്. ഇതാണ് പോളിയുടെ മുട്ടകൾ. നോക്കൂ, ആദ്യത്തെ മുട്ട പൊട്ടിയിട്ട് അതിൽ നിന്നും ആദ്യത്തെ പോളിയുടെ ആദ്യത്തെ ചിക്ക് പുറത്ത് വരികയാണ്. എന്നിട്ട് എന്താ ഈ ചിക്ക് പറയുന്നത്? ഐ ആം ഔട്ട്. ഞാൻ പുറത്ത് വന്നു. The first little parrot comes out. ആദ്യത്തെ ലിറ്റിൽ പാരറ്റ്, അതായത് പാരറ്റിന്റെ കുട്ടി, അതാണ് ലിറ്റിൽ പാരറ്റ്, ചെറിയ പാരറ്റ് അല്ലേ? അപ്പൊ ലിറ്റിൽ പാരറ്റ് പുറത്തു വന്നു. രണ്ടാമത്തെ മുട്ടയും പൊട്ടിയിട്ട് അതിൽ നിന്നും ചിക്ക് പുറത്തു വന്നു അല്ലെ? ദി സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റും പുറത്തു വന്നു. അടുത്ത പേജ് നോക്കൂ. മൂന്നാമത്തെ എഗ്ഗിന്റെ ഉള്ളിൽ നിന്നും ചിക്ക് പുറത്തു വന്നു അല്ലെ? അങ്ങനെ 3 മുട്ടകളും വിരിഞ്ഞ് അതിൽ നിന്ന് 3 ചിക്സും പുറത്തു വന്നു. മൂന്നാമത്തെ ചിക്ക് എന്താ പറയുന്നത്? ഐ ആം ഔട്ട് ടു. ഞാനും പുറത്തു വന്നു. ദി തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. മൂന്നാമത്തെ ലിറ്റിൽ പാരറ്റും പുറത്തു വന്നു. നൗ ദർ ആർ 3 പാരറ്റ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് ഈ മുട്ടന്റെ അകത്ത് നിന്ന് എത്ര പാരറ്റാ പുറത്തു വന്നത്? 1 2 3. എത്ര പാരറ്റ്സ് പുറത്തു വന്നു? 3 പാരറ്റ്സ് അല്ലെ? എത്ര പാരറ്റ്സ് വന്നു? 3 പാരറ്റ്സ് ആണ് മുട്ടന്റെ അകത്ത് നിന്ന്. അതായത് എത്ര ലിറ്റിൽ പാരറ്റ്സ് ഉണ്ട്? ഹൗ മെനി ലിറ്റിൽ പാരറ്റ്സ്? 3. 1 2 3. നൗ there are 3 parrots. അപ്പൊ നോക്കിയേ, നമ്മുടെ പോളി ചിക്സിനെ കാണുകയാണ്. കണ്ടോ, ദാ പോളി ഇവിടെ നിൽക്കുന്നുണ്ട്. 3 ചിക്സും ഉണ്ട് അല്ലെ? 1 little parrot comes out first. ആദ്യം ഫസ്റ്റത്തെ ലിറ്റിൽ പാരറ്റ് പുറത്തു വന്നു. ദി സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് നെക്സ്റ്റ്. രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റ് അതിനുശേഷം, നെക്സ്റ്റ് വെച്ചാൽ അടുത്തതായി വന്നു. ദ 3 ലിറ്റിൽ പാരറ്റ്സ് ഓപ്പൺ ദെയർ ഐസ്. 3 ലിറ്റിൽ പാരറ്റ്സും അവരുടെ കണ്ണുകൾ തുറന്നു. ഓപ്പൺ ചെയ്യുക, ഓപ്പൺ. ഓപ്പൺ വെച്ച് തുറക്കുക. ഐസ് എന്താ? കണ്ണുകൾ. അപ്പൊ ലിറ്റിൽ പാരറ്റ്സ് കണ്ണുകൾ തുറന്നു. Go to beehive activity 8 to 9. അപ്പൊ 8ഉം 9ഉം ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ 3 ലിറ്റിൽ പാരറ്റ്സും പതുക്കെ മുട്ടന്റെ അകത്ത് പുറത്തൊക്കെ വന്ന് കണ്ണുകളൊക്കെ തുറന്നു. കണ്ടോ, അവിടെ തൂവലുകളൊക്കെ വന്നു അല്ലെ? അപ്പൊ ഇനി ഇതാണ്ടോ 3 ലിറ്റിൽ പാരറ്റ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. നോക്കിക്കേ, ഈ ചിത്രത്തിൽ നോക്കൂ. 3 ലിറ്റിൽ പാരറ്റ്സ് കാണാൻ ഒരേപോലെയാണുള്ളത്? അല്ല അല്ലെ? അവർക്ക് തമ്മിൽ പരസ്പരം ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസങ്ങൾ ഉണ്ട് അല്ലെ? എന്തൊക്കെയാ നമുക്ക് നോക്കാം. ആദ്യം അവരുടെ പേരുകൾ എന്തൊക്കെയാന്ന് നോക്കാം. അവിടെ നോക്കൂ, ഈ പാരറ്റ് എന്താ പറയുന്നത്? I am Jill. ഞാനാണ് ജിൽ. അപ്പൊ ഈ പാരറ്റിന്റെ പേരെന്താ? ഈ ലിറ്റിൽ പാരറ്റിന്റെ പേരെന്താ? ജിൽ. അടുത്ത പാരറ്റ് എന്താ പറയുന്നത്? I am Dill. ഞാനാണ് ഡിൽ. അടുത്തത് My name is Rill. എന്താ ഈ പാരറ്റ് പറയുന്നത്? My name is Rill. എന്റെ പേരാണ് റിൽ. അപ്പോ നമ്മുടെ പോളി പാരറ്റിന്റെ 3 കുട്ടികളുടെ പേര് എന്തൊക്കെയാണ്? ജിൽ, ഡിൽ, റിൽ. കണ്ടോ, എന്തൊക്കെ പേര്? ജിൽ, ഡിൽ, റിൽ. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജിൽ, ഡിൽ, റിൽ. 3 ആൾക്കും എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം അല്ലെ? എന്തൊക്കെയാണ് 3 പാരറ്റിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടല്ലേ? 3 ആളെയും കാണാൻ ഒരേപോലെയാണുള്ളത്? അല്ല. ജില്ലിന്റെ പ്രത്യേകത എന്താ? ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. അതായത് ജില്ലിന് എന്താ പ്രത്യേകത? ജില്ലിന് വലിയ കൊക്കുകളാണ്. ബീക്ക് എന്ന് വെച്ചാൽ എന്താ? കൊക്കുകൾ. കൊക്കുകളല്ല, കൊക്ക്. ബീക്ക് എന്ന് വെച്ചാൽ കൊക്ക്. വലിയ കൊക്കാണ് അല്ലെ? മറ്റു 2 പേരിനെക്കാട്ടിലും വലിയ കൊക്കാണ് ജില്ലിന്റെ. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. ഡില്ലിന്റെ പ്രത്യേകത എന്താ? ബാക്കി 2 ആളെക്കാളും നീളമുള്ള കാലുകളാണ്. ലോങ് എന്ന് വെച്ചാൽ നീളമുള്ള. ലെഗ്സ് വെച്ചാൽ എന്താ? കാലുകൾ. അപ്പൊ ലോങ് ലെഗ്സ് ആണ് ഡില്ലിനുള്ളത്. ജില്ലിനാണ് എന്ത്? ബിഗ് ബീക്ക് ഉള്ളത്, അതെന്ന് വലിയ കൊക്കുള്ളത്. ഡില്ലിന് എന്താണ്? നീളമുള്ള കാലുകളാണ്. റിൽ ഹാസ് എ റെഡ് റിംഗ്. റില്ലിന്റെ പ്രത്യേകത എന്താണ്? റിൽ ഹാസ് എ റെഡ് റിംഗ്. റില്ലിന്റെ കഴുത്തിൽ കണ്ടോ ഒരു റിംഗ് ഉണ്ട്. കണ്ടോ, ഒരു വളയം പോലെ ഉള്ളത്, അതാണ് റിംഗ് എന്ന് പറയുന്നത്. അത് റെഡ് കളർ റിംഗ് ആണ് ഉള്ളത്. ബാക്കി 2 ആൾക്കും ഇല്ല അല്ലെ? അപ്പൊ ഇതാണ് 3 ആളിന്റെയും പ്രത്യേകത. ജില്ലിന്റെ പ്രത്യേകത എന്താ? ജില്ലിന് ബിഗ് ബീക്ക് ഉണ്ട്. ഡില്ലിന് എന്താ ഉള്ളത്? ലോങ് ലെഗ്സ് ഉണ്ട്. റില്ലിന് എന്താ ഉള്ളത്? റെഡ് റിംഗ് ഉണ്ട്. കഴുത്തിൽ ഒരു റെഡ് റിംഗ് ഉണ്ട്.
ഗോ ടു ബീഹൈവ് ആക്ടിവിറ്റി 10 10ാമത്തെ ആക്ടിവിറ്റി ചെയ്യാം. അപ്പൊ നമ്മുടെ 3 പേരും അതായത് ജില്ലും ഡില്ലും റില്ലും വളർന്നു കുറച്ച് വലുതായി പറക്കാനൊക്കെ പറ്റുന്ന പോലെയായി. അതായത് നമ്മൾ അറിയാലോ ബേർഡ്സ് മുട്ടിന്റെ അകത്ത് പുറത്ത് വന്ന ഉടനെ പറക്കാനൊന്നും തുടങ്ങില്ല അല്ലെ, കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയണം, പോലെ തൂവലുകളൊക്കെ വന്ന് ചിറകുകളൊക്കെ വന്ന് പറക്കുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് 3 ആളും കണ്ടോ എത്ര വലുതായി. 1 2 3 Jill, Dill and Rill fly and fly up in the sky. 3 ആളും ആകാശത്തിൽ എവിടെ പറക്കുന്നത്? സ്കൈയിൽ. സ്കൈ എന്ന് വെച്ചാൽ എന്താ? ആകാശം. സ്കൈ എന്ന് വെച്ചാൽ എന്താണ്? ആകാശം. സ്കൈ എന്നുള്ള വേർഡ് കണ്ടില്ലേ? ഇതാ സ്കൈ. സ്കൈയിൽ എന്താ അവർ ചെയ്യുന്നത്? ഫ്ലൈ ചെയ്യുക അല്ലെ, ഫ്ലൈ എന്ന് വെച്ചാൽ പറക്കുക. അപ്പൊ എത്ര പാരറ്റാ ഉള്ളത്? 1 2 3. അവരുടെ പേരെന്തൊക്കെയാ? ജിൽ, ഡിൽ, നമ്മുടെ റില്ലിനെ വേഗം അറിയാം അല്ലെ, റില്ലിന്റെ കഴുത്തിൽ എന്തുണ്ട്? റിങ് ഉണ്ട്. കണ്ടോ റില്ലിന്റെ കഴുത്തിൽ റിങ് ഇല്ലേ? ജിൽ, ഡില്ലും റില്ലും 3 ആളും കൂടെ എന്താ ചെയ്യുന്നത്? ആകാശത്തിൽ ഉയരെ പറന്ന് എന്ത് ചെയ്യുക? കളിക്കുകയാണ് അല്ലെ. ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. സ്കൈ എന്ന് വെച്ചാൽ ആകാശം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? ജിൽ, ഡിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. അങ്ങനെ അവരുടെ കൂട്ടിന്റെ അടുത്തായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. പെട്ടെന്ന് റിൽ എന്ത് ചെയ്തു? റിൽ ഫ്ലൈസ് എവേ. റില്ല് ദൂരേക്ക് പറന്നുപോയി. കണ്ടോ റില്ല് ദൂരേക്ക് പറന്നു പോവാണ്. റില്ല് ദൂരേക്ക് പറന്നുപോയി. വിൽ റിൽ കം ബാക്ക്. റില്ല് തിരിച്ചു വന്നിട്ടുണ്ടാവോ? നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്യാം. ഇവിടെ ആക്ടിവിറ്റി 12 ആണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, റില്ല് പറന്ന് പോയിട്ട് എന്ത് സംഭവിച്ചു? കണ്ടോ എന്തിലാ വീണത്? എന്തിലോ പോയി വീണിരിക്കുകയാണ് അല്ലെ. റില്ല് ഒരു ടിന്നിനകത്ത് വീണു. ആ ടിന്നിനകത്ത് എന്താ ഉള്ളത്? പെയിന്റ് ആണ് ഉള്ളത്. എന്ത് കളർ പെയിന്റ് ആ ഉള്ളത്? റെഡ് കളർ പെയിന്റ്. കണ്ടില്ല ഇവിടെ റെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. RED വെച്ചാൽ റെഡ്. കണ്ടോ RED റെഡ് എന്നാണ് വായിക്കുക. അപ്പൊ ഇത് ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് ഏത് നിറമാണ്? റെഡ് ആണ്. റെഡ് കളറിൽ പോയിട്ട് നമ്മുടെ റില്ല് പോയി വീണു. റില്ല് വീണപ്പോ പറയണം എന്താ പറഞ്ഞ? ഔച്ച്. ഒന്ന് വായിച്ചു നോക്കാം. റിൽ falls into a tin. എന്തിലാണ് വീണത്? ടിന്നിന്റെ അകത്ത്, ഒരു പാത്രത്തിന്റെ അകത്ത്, ഒരു ടിന്നിനകത്ത് വീണു. There is red paint in it. അതിനകത്ത് എന്താണ് ഉണ്ടായിരുന്നത്? പെയിന്റ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് എന്തുണ്ടായിരുന്നു? പെയിന്റ് ഉണ്ടായിരുന്നു. എന്ത് നിറമാണ് പെയിന്റിന്? റെഡ് കളർ അല്ലെ. റെഡ് പെയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. Can Rill come out of the tin? അപ്പൊ ടിന്നിന്റെ അകത്തുനിന്ന് റില്ലിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ടാവോ? കഴിഞ്ഞു അല്ലെ. എന്താ പുറത്തു വന്നു. റില്ല് നമ്മുടെ ടിന്നിനകത്തുനിന്ന് പുറത്തു വന്നു. പക്ഷെ എന്ത് പറ്റിപ്പോയി? റില്ലിന്റെ കളർ എന്തായിരുന്നു ആദ്യം? അതായത് എന്താണ് ടിന്നിനകത്ത് വീഴുന്നതിന് മുമ്പ് റില്ലിന്റെ കളർ എന്തായിരുന്നു? ഗ്രീൻ കളർ ആയിരുന്നു അല്ലെ. നല്ല പച്ച കളർ തത്തയായിരുന്നു. പക്ഷെ പാവം റില്ല് പെയിന്റിനകത്ത് വീണതും റില്ലിന്റെ കളർ എന്തായി പോയി? റെഡായി. പെയിന്റ് എല്ലാം ദേഹത്ത് പറ്റിപ്പിടിച്ചു അല്ലെ. തൂവലെല്ലാം പറ്റിപ്പിടിച്ച് റില്ലിന്റെ നിറം എന്തായി മാറി? റെഡായി മാറി. റിൽ വാസ് ഗ്രീൻ. റില്ല് പച്ച നിറമായിരുന്നു, പച്ചയായിരുന്നു. നൗ ഹി ഈസ് റെഡ്. പക്ഷെ ഇപ്പോ അവൻ എന്താ നിറം? അതെ, എന്താ നിറം? റെഡായി. നൗ ഹി ഈസ് റെഡ്. ഇപ്പോൾ അവൻ റെഡ് ആണ്. ഹി വാക്സ് ഹോം. അപ്പൊ അവൻ എന്താ? പെയിന്റ് ആണല്ലേ, തൂവലെല്ലാം പെയിന്റ് പറ്റിയിരിക്കണം. അപ്പൊ അവന് പറക്കാൻ പറ്റുമോ? റില്ലിന് പറക്കാൻ കഴിയോ? ഇല്ല. പറ്റി പിടിച്ചിരിക്കണം. പെയിന്റ് എല്ലാം പറ്റി പിടിച്ചതുകൊണ്ട് പറക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ അവൻ പതുക്കെ വീട്ടിലേക്ക് നടന്നു പോവാണ് കേട്ടോ. എങ്ങനെ പോയത്? ഹി വാക്സ് ഹോം. വീട്ടിലേക്ക് നടന്നു പോയി. വാട്ട് വിൽ ജിൽ ആൻഡ് ഡിൽ സേ? അപ്പൊ നോക്കിക്കേ, നമ്മുടെ റെഡ് കളർ റില്ലിനെ കണ്ടിട്ട് നമ്മുടെ ജില്ലിനും ഡില്ലിനും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവോ? നമുക്ക് അടുത്ത പേജ് വായിച്ചു നോക്കാം. ഇവിടെ ആക്ടിവിറ്റി 13 ആണ് ചെയ്യേണ്ടത് കേട്ടോ, 13ാമത്തെ ആക്ടിവിറ്റി. അപ്പൊ നോക്കൂ, നമ്മുടെ ജില്ലും അതുപോലെ നമ്മുടെ ഡില്ലും ഇവിടെ നിൽക്കുന്നുണ്ട്. ജില്ലുണ്ട്, അതുപോലെ നമ്മുടെ ഡില്ലുണ്ട് അല്ലെ. ഇവര് രണ്ടാളും നമ്മുടെ റില്ലിനെ കണ്ടിട്ട് എന്താ പറയുന്നത്? റിൽ കംസ് ബാക്ക്. അങ്ങനെ റില്ല് പതുക്കെ നടന്ന് തിരിച്ചു വീട്ടിലെത്തി, ഹോമിലെത്തി. അപ്പൊ നോക്കൂ, നമ്മുടെ ജില്ല് എന്താ പറയുന്നത്? ഹു ആർ യു? ആരാണ് നീ? ആരാണ്? അപ്പൊ നമ്മുടെ റില്ല് പറഞ്ഞു, ഐ ആം റിൽ. ഞാൻ റില്ലാണ്. അപ്പൊ നമ്മുടെ അടുത്ത ഡില്ല് എന്താ പറയുന്നത്? നോ, റിൽ ഈസ് ഗ്രീൻ. അല്ല, നോ, റിൽ ഈസ് ഗ്രീൻ. റില്ല് പച്ച നിറമാണ്. റില്ല് പച്ചയാണ് അല്ലെ. പച്ച നിറമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച കളർ അല്ലെ. അപ്പൊ ഗ്രീൻ കളറാണെന്ന് നമ്മുടെ ഡില്ല് പറയുകയാണ്. അപ്പൊ നമ്മുടെ ജില്ലിനും ഡില്ലിനും റില്ലിനെ തിരിച്ചറിഞ്ഞില്ല, റില്ലിനെ മനസ്സിലായില്ല. വാട്ട് വിൽ റിൽ ഡു നൗ? അപ്പൊ ഇനി എന്തായിരിക്കും നമ്മുടെ റില്ല് ചെയ്യാൻ പോകുന്നത്? ഇവിടെ കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അല്ലെ. വളരെ സങ്കടപ്പെട്ടിട്ട് നിൽക്കുന്നത് ആരാണ്? റില്ലാണ്. റിൽ ഈസ് സാഡ്. എന്താ സാഡ് എന്ന് വെച്ചാ? സാഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സാഡ് എന്ന് വെച്ചാൽ സങ്കടം അല്ലെ. സങ്കടപ്പെട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ റില്ലാണ്. എന്താ സങ്കടപ്പെടാൻ കാരണം എന്താ? നമ്മുടെ ജില്ലിനും
ഡില്ലിനൊന്നും നമ്മുടെ റില്ലിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലെ, അവർക്ക് മനസ്സിലാവുന്നില്ല അത് റില്ലാണെന്ന്. അങ്ങനെ നമ്മുടെ പോളി പാരറ്റും വന്നു, അവരുടെ മദറും വന്നു, പോളിയും വന്നു. പക്ഷെ പോളിക്കും ആരെ തിരിച്ചറിയുന്നില്ല, നമ്മുടെ റില്ലിനെ തിരിച്ചറിയുന്നില്ല. ഹി വാക്സ് അവേ, അപ്പൊ അവൻ സങ്കടം കാരണം, റിലി സാഡ്, ഹി വാക്സ് അവേ, അപ്പൊ അവൻ അവിടെ അവൻ ദൂരേക്ക് നടന്നു പോവാണ് കേട്ടോ, അവിടെ നിന്ന് സങ്കടപ്പെട്ട് തിരിച്ചു നടക്കുകയാണ്. വേർ വിൽ റിൽ ഗോ, അപ്പൊ എങ്ങോട്ടായിരിക്കും നമ്മുടെ റില്ല് പോവുക നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 14 ഇവിടെ ചെയ്യുക. അവിടെ നോക്കൂ, റില്ല് ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആര് വന്നത്, മഴ വന്നു അല്ലേ, പെട്ടെന്ന് മഴ വന്നു, റെയിൻ വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ നോക്കൂ, അവരൊക്കെ പറക്കണ്, ജില്ലും ഡില്ലൊക്കെ മഴ വന്നു സന്തോഷത്തോടു കൂടി പറക്കണ്. കം ഇറ്റ് ഈസ് റെയിനിങ്, റെയിനിങ് മഴ പെയ്യുന്നു എന്ന് പറയുകയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ റില്ലിന്റെ ദേഹത്തുള്ള പെയിന്റ് എല്ലാം ഇളകിപ്പോയി. അങ്ങനെ പെയിന്റ് എല്ലാം പോയി, റില്ലിന് വീണ്ടും പഴയ നിറം തന്നെ തിരിച്ചു കിട്ടി. വാട്ട് വിൽ ഹാപ്പൻ നൗ, റില്ലിന്റെ ദേഹത്തെ പെയിന്റ് എല്ലാം പോയിട്ട് റില്ല് എന്തായി, ബാക്ക് ടു ഗ്രീൻ, വീണ്ടും അവന് പച്ച നിറമായി അല്ലെ. അവന്റെ നിറം തിരിച്ചു വന്നതോടുകൂടി അവൻ എല്ലാരും തിരിച്ചറിഞ്ഞു. റിൽ മൈ ഡിയർ, കണ്ടോ പോളി എന്താ പറയുന്നത്, പോളി പാരറ്റ് എന്താ പറയുന്നത്, റിൽ മൈ ഡിയർ. അപ്പൊ നമ്മുടെ റിൽ എന്താ പറയുന്നത്, ഹുറേ ഐ ആം ഗ്രീൻ അഗൈൻ, ഞാൻ വീണ്ടും പച്ചയായി, എനിക്ക് വീണ്ടും പച്ച നിറം കിട്ടി പറഞ്ഞിട്ട് റില്ലിന് ഭയങ്കര സന്തോഷമായി അല്ലേ. അപ്പൊ നമ്മുടെ പോളിയുടെ ഫ്രണ്ട്സ് ഉണ്ട്, അതായത് അവിടെ കണ്ടോ നമ്മുടെ ഡില്ലും ജില്ലും ഉണ്ട്, അതുപോലെ പോളിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ആരൊക്കെ പോളിന്റെ ഫ്രണ്ട്സ്, എലിഫന്റും റാബിറ്റും ഡക്കും. അങ്ങനെ എല്ലാവരും വന്നു, എല്ലാവരും റില്ലിനെ തിരിച്ചറിഞ്ഞു. നൗ റിൽ ഈസ് ഗ്രീൻ, ഓൾ ആർ ഹാപ്പി. അങ്ങനെ നമ്മുടെ റില്ല് വീണ്ടും റില്ലിന് ഗ്രീൻ കളർ കിട്ടി, എല്ലാവരും ഹാപ്പിയായി. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഗോ ടു ബിഹേവ് ആക്ടിവിറ്റി 15 and 16. അപ്പൊ 15-16 ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ പേജ് വായിച്ചതിന് ശേഷം ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സ്റ്റോറി. അപ്പൊ അങ്ങനെ നമ്മുടെ റില്ലിന് അവന്റെ നിറം തിരിച്ചു കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ എന്തൊക്കെ ചോദ്യങ്ങളാണ്, എന്താണ് പോളിന്റെ ഫ്രണ്ട്സിന്റെ പേരെന്തൊക്കെയാ നമ്മൾ പഠിച്ചത്, എലിഫന്റും. പോളിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, എലിഫന്റ്, റാബിറ്റ്, ഡക്ക്. പോളിന്റെ ചിക്സിന്റെ പേരെന്താ, ലിറ്റിൽ പാരറ്റ്സിന്റെ പേരെന്താണ്, ജില്ലും ഡില്ലും റില്ലും. ഓക്കെ, ആരെ പെയിന്റിൽ വീണത്, ടിന്നിന്റെ അകത്തെ പെയിന്റിനകത്ത് ആര് വീണു, റില്ല് വീണു. ഓക്കെ, അപ്പൊ നമ്മുടെ ബിഗ് ബീക്കുള്ള, അതായത് വലിയ കൊക്കുള്ള ലിറ്റിൽ പാരറ്റിന്റെ പേരെന്താണ്, അതെ എന്താ പേര്, ജില്ല് അല്ലെ. ലോങ് ലെഗ് ഉള്ളത്, അതായത് വലിയ ലോങ് ലെഗ്സ് ഉള്ള ആളാരാ, ജില്ലാണോ ഡില്ലാണോ റില്ലാണോ, ഡില്ലാണ്. അതുപോലെ കഴുത്തില് റെഡ് റിങ് ഉള്ളത് ആർക്കാണ്, റില്ലിന്. ഓക്കെ, അപ്പൊ നമ്മുടെ ജില്ലിന്റെയും ഡില്ലിന്റെയും റില്ലിന്റെയും മദറിന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, പോളി. ഓക്കെ, അപ്പൊ ഇത് വരുന്ന ചോദ്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ റില്ലിന് വീണ്ടും അവന്റെ ഗ്രീൻ കളർ തന്നെ കിട്ടി, തിരിച്ചവന് വീണ്ടും ഗ്രീൻ കളർ കിട്ടി. അതാണ് നമ്മുടെ കഥയുടെ പേര് തന്നെ, ബാക്ക് ടു ഗ്രീൻ. ഇനി ഇതിലൊരു ചോദ്യമാണ്, ക്യാൻ യു റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ്. ഇതിൽ വിട്ടുപോയ വാക്കുകൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഏതൊക്കെ വേർഡ്സ് എന്നുള്ളത് ഇവിടെ കണ്ടോ, ഒരു വലിയൊരു ഹണീബീന്റെ കയ്യില് ഒരു വലിയൊരു കാർഡിൽ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോ വേർഡ്സ് നോക്കുക, ഇവിടെ കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എഴുതണ്ട, എഴുതാത്ത വാക്കുകളാണ് ഈ കോളങ്ങളിൽ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, പാരറ്റ്, ആദ്യത്തെ വേർഡ് എന്താ, പാരറ്റ്. പാരറ്റ് എന്നുള്ള വേർഡ് ഇവിടെ കാണുന്നുണ്ടോ നിങ്ങള്, ഇതാ അല്ലെ, ഇവിടെ എഴുതിയിട്ടുണ്ട് പാരറ്റ്, കണ്ടോ ഇതാ. അടുത്തത് നെക്സ്റ്റ് ഫ്രണ്ട്സ്. പാരറ്റ് എന്ന് വെച്ചാൽ അറിയില്ലേ, നമ്മളിപ്പോ പഠിച്ച വേർഡിന്റെ പേരില് തത്ത നമ്മൾ ഇംഗ്ലീഷിൽ പാരറ്റ് എന്ന് പറയും. അടുത്തത് നമ്മൾ എന്താ, ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് കൂട്ടുകാർ. ഇവിടെ ഉണ്ടോ ഫ്രണ്ട്സ് എന്നുള്ള വേർഡ് കണ്ടോ, ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ട്, അപ്പൊ അത് എഴുതണ്ട. അടുത്തത് ലോങ്, ലോങ് എന്നുള്ള വേർഡ് കാണുന്നുണ്ടോ, ഇല്ല അല്ലെ, ഇവിടെ എഴുതിയിട്ടില്ല, ഇതിൽ എവിടെയും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഏതെങ്കിലും ഒരു കോളത്തില് ലോങ് എന്ന് എഴുതുക, ഇതുപോലെ. ലോങ്ങിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയില്ലേ, LONG, ലോങ്. അടുത്തത് ലോങ് എന്ന് വെച്ചാൽ എന്താ, നീളമുള്ളത് അല്ലെ, നീളമുള്ളത്. ഓപ്പൺ, ഓപ്പൺ വെച്ച് തുറക്കുക, ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്പൺ. അടുത്തത് എന്താ, നെക്സ്റ്റ്, അടുത്തത്. നെക്സ്റ്റ് നമ്മൾ അടുത്തെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് കണ്ടില്ലേ നിങ്ങൾ, നെക്സ്റ്റ് വേർഡ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇത് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. അടുത്ത നെക്സ്റ്റ് ഫ്ലൈ, ഫ്ലൈ, ഫ്ലൈ വെച്ച് പറക്കുക, ഫ്ലൈ, ഇത് അവിടെ എഴുതിയിട്ടുണ്ട് ഫ്ലൈ. സ്കൈ, സ്കൈ എന്ന് വെച്ചാൽ എന്താ, ആകാശം. സ്കൈ എന്ന വേർഡ് ഇവിടെ എഴുതിയിട്ടുണ്ടോ, ഇല്ല. അപ്പൊ നമ്മളിവിടെ എഴുതണം സ്കൈ, SKY, സ്കൈ. നെക്സ്റ്റ് പെയിന്റ്, പെയിന്റ്, കണ്ടോ പെയിന്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ, ഇല്ല. അപ്പൊ നമ്മളിവിടെ എഴുതുക പെയിന്റ്. നെക്സ്റ്റ് ഗ്രീൻ, ഗ്രീൻ എന്ന് വെച്ചാൽ ഏത് നിറമാണ്, പച്ച നിറമാണ് അല്ലെ, ഗ്രീൻ. എവിടെ ഗ്രീൻ എന്നുള്ള വേർഡ്, ഇതവിടെ എഴുതിയിട്ടുണ്ട്. എഗൈൻ പറഞ്ഞാൽ വീണ്ടും, എഗൈൻ, എഗൈൻ എന്നുള്ള വേർഡ് എഴുതിയിട്ടുണ്ട്, ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, എഗൈൻ എന്നുള്ള വേർഡ്. അപ്പൊ നമ്മുടെ രണ്ട് കളേഴ്സിനെ കുറിച്ചിട്ട് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ യൂണിറ്റിൽ നമ്മൾ രണ്ട് കളേഴ്സ് പഠിച്ചില്ലേ, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച കളേഴ്സ് ഏതൊക്കെയാണ്, അതെ ഗ്രീനും റെഡും ആണ് പഠിച്ചത് അല്ലേ. പിന്നെ ഈ കഥയിലെ മദർ പാരറ്റിന്റെ പേര് എല്ലാവർക്കും ഓർമ്മയില്ലേ, പോളി. പോളിന്റെ 3 കുട്ടികൾ ആരൊക്കെയാണ്, ജില്ല്, ഡില്ല്,
അതുപോലെ റില്ല് അല്ലേ. ആരാണ് പെയിന്റിനകത്ത് വീണത്? റില്ലാണ്. അതിന്റെ റില്ലിന് വീണ്ടും എന്ത് കിട്ടി? മഴ പെയ്ത് പെയിന്റ് എല്ലാം ഇളകിപ്പോയപ്പോൾ വീണ്ടും അവന്റെ നിറം തിരിച്ചു കിട്ടി. ഗ്രീൻ കളർ അവൻ തിരിച്ചു കിട്ടി. അത് തന്നെയാണ് നമ്മുടെ കഥയുടെ പേരും ബാക്ക് ടു ഗ്രീൻ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബാക്ക് ടു ഗ്രീൻ എന്നുള്ള പാഠം ഇഷ്ടമായില്ലേ? എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ ബാക്ക് ടു ഗ്രീൻ എന്നുള്ള സ്റ്റോറി? അപ്പൊ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ ഫുൾ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സും ഉണ്ട്. ബിഹൈവിലെ ഫുൾ ആക്ടിവിറ്റീസിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുക, ക്ലാസ് കാണുക. താങ്ക് യു.